എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു നെയ്ച്ചോറാണ്. ഇത് ഏറ്റവും പ്രയോജനപ്പെടുന്നത് ബാച്ചിലേഴ്സിനാണ്. വളരെ ക്വിക്കായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാവുന്ന ഒരു നെയ്ച്ചോറാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് എന്തെല്ലാം വിഭവങ്ങൾ വേണമെന്നും അതെങ്ങനെ ഉണ്ടാക്കാമെന്നും നമുക്ക് നോക്കാം. നമ്മുടെ നെയ്ച്ചോറിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനാവശ്യമായ ബിരിയാണി അരി, അത് 2 കപ്പാണ്. ഈ അളന്ന് തന്നെ എടുക്കണം. പിന്നെ ഈ കപ്പിന് പ്രാധാന്യമുണ്ട്. നമ്മൾ എത്ര ഗ്ലാസ് അരി എടുക്കുന്നു, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളത് കണക്കാണ്. അതുകൊണ്ട് ഏത് ഗ്ലാസ്സിന് അരി അളക്കുന്നു ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളത്തിൻ്റെ അളവും എടുക്കണം. പിന്നെ ഇതിന് ആവശ്യമായ സ്പൈസസ്: ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, ഒരു തക്കോലം, 5 കുരുമുളക്, 4 ഗ്രാമ്പു, ഒരു വയനയില, പിന്നെ 2 സവാള, 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, 2 പച്ചമുളക്, പുതിനയില, മല്ലിയില, ഒരു നാരങ്ങയുടെ പകുതി, പിന്നെ അത് അലങ്കരിക്കാനായിട്ട് ആവശ്യമായ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, നെയ്യ്, ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കാം. പിന്നെ അതിനാവശ്യമായ ഉപ്പ്, വെള്ളം, ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ നെയ്ച്ചോറിലേക്ക് വേണ്ടി നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അത് 1 ടീസ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നെയ്ച്ചോറിന് നമ്മൾ അധികം നെയ്യ് ഒഴിക്കുന്നില്ല. അതിന് പകരം എന്താണെന്നല്ലേ, നമ്മൾ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാൽ മതി. ഞാൻ ഈ ഒലിവ് ഓയിൽ 4 ടേബിൾ സ്പൂൺ ഒഴിക്കുകയാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നാല് സ്പൂൺ ഒലിവ് ഓയിലും 1 ടീസ്പൂൺ നെയ്യുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ഈ പട്ട, ഏലക്ക, ഗ്രാമ്പു, വയനയില, 3-4 കുരുമുളക്, ജാതിപത്രി, തക്കോലം, ഇതെല്ലാം ഇട്ടൊന്ന് പൊട്ടിക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 2 സവാള എടുത്തതിൽ 1 സവാള നമ്മൾ അലങ്കരിക്കാനായിട്ട് വറുക്കാനുള്ളതാണ്. നട്ട്സ്, കിസ്മിസ്, അതെല്ലാം വറുക്കുന്ന കൂട്ടത്തിൽ വറുക്കാനുള്ളതാണ്. 1 സവാള നമ്മൾ ചെറുതായി ഇതുപോലെ അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ വഴറ്റുകയാണ്. നമ്മൾ വെളുത്തുള്ളിയും അരിഞ്ഞത് ആദ്യം വഴറ്റണം. അതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ 1 സവാള അരിഞ്ഞതിടുന്നു, 2 പച്ചമുളക് അരിഞ്ഞതിടുന്നു, പിന്നെ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇട്ട് ഒന്ന് വഴറ്റുന്നു. ഇതധികം ചുമന്ന് വരുമൊന്നും വേണ്ട, ഇതൊന്ന് വഴണ്ട് വന്നാൽ മതി. ഇത് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് മൂക്കൊന്നും വേണ്ട, അന്നേരം നമ്മുടെ ബിരിയാണി നെയ്ച്ചോറിൻ്റെ കളറ് മാറിപ്പോകും. അതുകൊണ്ട് ഇത് ഇത്ര മൂത്താൽ മതി. അതിലേക്ക് നമ്മൾ ഈ കപ്പിലാണല്ലോ അരി അളന്നത്. നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തത്. 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം നല്ല രീതിയിൽ നമ്മൾ അളന്നൊഴിക്കുകയാണ്. മൂന്ന് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിരിക്കുകയാണ്. ഈ വെള്ളത്തിന് ഇത് തിളയ്ക്കണം. വെള്ളത്തിന് പാകത്തിനല്ല, അല്പം ഒന്ന് മുന്നിൽ നിൽക്കണം ഉപ്പ്. നമ്മൾ ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഉപ്പ് പാകമാണോ എന്ന് നോക്കണം.
ഒരു ലേശം മുന്നിൽ നിൽക്കണം, എന്നാൽ ആ ചോറിലേക്ക് അത് ശരിക്കും ഉപ്പ് പിടിക്കുകയുള്ളൂ. ഇപ്പം ഇത് പാകത്തിനാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും ഇട്ടു. ഇനി അത് നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ അരി ഇടും. ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഈ വെള്ളം തിളച്ച് തുടങ്ങി. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ ഇത് ബാച്ചിലേഴ്സിനാണ് ഏറ്റവും ഉപകാരപ്പെടുക എന്ന്. അവരുണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ വിരുന്നുകാരൊന്നും അവർക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഒരു എളുപ്പമുണ്ട്. ഈ അണ്ടിപ്പരിപ്പും ഈ കിസ്മിസും ഇപ്പം നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയ കൂട്ടത്തിൽ അങ്ങിട്ട് വഴറ്റിയെടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടി ഇത് സെപ്പറേറ്റ് വറുത്ത് അലങ്കരിക്കാനായിട്ടും ഇടാം. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചു. ഇനി നമുക്ക് ഈ അരി കഴുകി വെച്ചിരിക്കുന്ന ഈ അരി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. അതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുക്കർ അടയ്ക്കുകയാണ്. ഇപ്പം ഇത് ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇനി ഇത് വെയിറ്റ് ഇട്ടു. ഇനിയാണ് ഇതിൻ്റെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വിസിൽ നന്നായി അടിക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കണം. ഇത് ആദ്യത്തെ വിസിൽ അടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വിസിൽ അടിക്കാനായി ഇങ്ങനെ വരുന്ന ആ സമയത്ത് നമ്മൾ തീ ഓഫാക്കണം. രണ്ടാമത്തെ വിസിൽ അടിച്ചു പോകരുത്. അടിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്കറിയാമല്ലോ എപ്പോൾ അടിക്കുന്നൊരു തോന്നൽ വരുമല്ലോ, ആ സമയത്ത് നമ്മൾ തീ ഓഫാക്കുക. ആദ്യത്തെ വിസിൽ അടിക്കുക. ഇനി നമുക്ക് ഈ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് ഒലിവ് ഓയിലും ഇത് വറുത്തിടാൻ ആവശ്യമായ ഒലിവ് ഓയിലും കുറച്ച് നെയ്യ് ഇട്ടിട്ടുള്ളൂ. കുറച്ച് നെയ്യും ഇട്ടിട്ട് ഇത് അലങ്കരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അത് അവരവരുടെ ഇഷ്ടത്തിന് കുറച്ച് വേണമെങ്കിൽ കുറച്ച്, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, അത് അവരവരുടെ ഇഷ്ടത്തിന് ഇത് വറുത്തെടുക്കാം. കൂടുതലിടാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ. ഇതിൽ തന്നെ ആവശ്യത്തിനുള്ള ഉള്ളിയുണ്ട്. നമ്മൾ നെയ്ച്ചോറിൽ സാധാരണ ഫുൾ നെയ്യിൽ അധികം പേരും ഉണ്ടാക്കാറ്. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരാണല്ലോ അധികം പേരും. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് നെയ്യാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. രുചിക്കൊന്നും ഒരു കുറവുമില്ല. ഇപ്പം നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മാറ്റുകയാണ്. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ഇടാം. കാഷ്യൂനട്ടൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഇടാൻ കേട്ടോ. പിള്ളേരൊക്കെ ഉള്ളതാണെങ്കിൽ പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ. പിന്നെ ഈ ഉള്ളിയിൽ നമ്മളൊരു 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇടും കേട്ടോ. ഈ ഉള്ളി വറുത്ത് വെച്ചതിൽ ഈ കാഷ്യൂനട്ടും മൂത്ത് തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ ഈ കിസ്മിസും അങ്ങ് ഇടാം. അതൊന്ന് ബോളായി വരണം. ഇതാ മൂത്ത് കഴിഞ്ഞു. തീ ഓഫാക്കി ഇതും മാറ്റാം. കുക്കറിൻ്റെ ആവിയെല്ലാം പോയി. ഇനി നമ്മൾ വെയിറ്റ് എടുക്കുകയാണ്. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. കുക്കർ ഒരു വിസിലടിച്ചു. രണ്ടാമത്തെ വിസിലടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓഫാക്കി. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഒട്ടും പ്രഷറില്ല.
പ്രഷർ മുഴുവൻ പോയിരിക്കുകയാണ്. ഇത് തുറന്നു നോക്കാം. ഇത് കണ്ടോ, നല്ല രീതിയിൽ പാകത്തിന് വെന്തിട്ടുണ്ട്. ചൂടൊന്ന് ആറിയതിന് ശേഷം വേണം ഇത് ഇളക്കാൻ. ഇതിലേക്ക് ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കണം. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. എല്ലാം ഇപ്പം മല്ലിയില പുതിനയില ഒന്നും അധികം ഇഷ്ടമില്ലാത്തവരൊക്കെ കുറച്ചിട്ടാൽ മതി. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമ്മൾ ഈ ഉള്ളിയിൽ അല്പം പഞ്ചസാര ഇട്ടിരുന്നു. പഞ്ചസാര ഇട്ട ഉള്ളി വറുത്തത് എല്ലാം. അത് ചൂടിന് തന്നെ കയ്യിലിട്ട് അധികം കുത്തി ഇളക്കരുത്. അത് ഇങ്ങനെയൊന്ന് അടുത്തെടുത്ത് ഒന്ന് ആറിക്കഴിഞ്ഞ് കണ്ട് എല്ലാം ഒന്നൊന്നൊക്കെ വിട്ട് വിട്ട് വരും. നല്ല നെയ്ച്ചോറായിട്ട് ഇരിക്കുന്നത്. ഈ കുക്കർ തുറന്ന ഉടൻ തന്നെ കയ്യിലിട്ട് കുത്തി ഇങ്ങനെ ഇളക്കാൻ പാടില്ല. ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി അതിങ്ങനെ കുടഞ്ഞെടുക്കാം. ഒരു സ്വല്പം ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ആക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ഡിലീഷ്യസ് ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.